ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ മഴയിലുണ്ടായ അപകടം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഉള്ളവരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ പേരുടെ വീട്ടിൽ വെള്ളം കയറി, ഒരുപാട് പേര് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സേഫാണ്, പക്ഷേ എന്നാലും തമ്പാനൂർ ഈസ്റ്റ് ഫോർട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് ട്രിവാൻഡ്രം കൊല്ലവും മാത്രമേ ആകെപ്പാടെ സീൻ ഇല്ലാതെ ഉള്ളൂ. പക്ഷേ ട്രിവാൻഡ്രത്തായാലും കൊല്ലത്തായാലും കടപ്പുറം ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കരമുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം കടലിപ്പോൾ തന്നെ അകത്തോട്ട് കയറി കിടക്കുവാണ്. ഞാനിവിടെ വീഡിയോ കൊടുത്തേക്കാം. കടലിപ്പോൾ അകത്തോട്ട് കയറി കിടക്കുവാണ്. കാരണം കർക്കിടക മാസം കൂടാതെ ഭയങ്കര നിർത്താതെ മഴയും കൂടെ അല്ലേ, ആ സമയത്തൊക്കെ ഭയങ്കര സീനായിട്ടിരിക്കുവാണ്. പിന്നെ ആറൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയാണെങ്കിലും ആറ്റിൻ്റെ കരയുള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രം കൊല്ലം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലക്കാരും ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. എനിക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തേനെ. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്കിത് പറയാതിരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ വീട്ടുകാരെ പോലെയാണ് ഞാൻ അവരെയും കാണുന്നത്. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ ഭയങ്കര ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു അമ്മയുടെ വീഡിയോ കാണാനിടയുണ്ടായി. അതായത് അവിടെ കറക്റ്റ് സമയത്ത് ഫുഡില്ല, കറക്റ്റ് സമയത്ത് മെഡിസിൻ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. മുൻപൊന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തേണ്ടവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ വേറെന്താ പറയുക, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതിൻ്റെ കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.